ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജന്നാത്ത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡെസേർട്ട് റെസിപ്പിയുമായിട്ടാണ്. ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടറി ആൻഡ് ഫ്ലേക്കി ആയിട്ടുള്ളൊരു ആപ്പിൾ പൈ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പൈയിലേക്കുള്ള ഫില്ലിംഗ് ആണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. അത് തണുത്ത് വരണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതുണ്ടാക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആപ്പിൾ സ്ലൈസ് ചെയ്തിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി കനം കുറച്ച് സ്ലൈസ് ചെയ്യേണ്ട, മീഡിയം ലെവലിൽ സ്ലൈസ് ചെയ്യാം. ഇതിലേക്ക് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ സിന്നമൺ പൗഡറാണ്, നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ജെന്റിലായിട്ട് മിക്സ് ചെയ്യുക, ആപ്പിളൊന്നും പൊട്ടിപ്പോയരുത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ചെറു ചൂടിൽ ഇങ്ങനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ തിക്കായിട്ട് കാരമലൈസ്ഡ് ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് ഡോ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ബ്ലെൻഡറിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ ഷുഗറും. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്യണം. അപ്പോൾ ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പാടെ ആഡ് ചെയ്യണം. എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ യൂസ് ചെയ്യരുത്, നല്ല തണുത്ത ബട്ടർ വേണം നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ഫ്ലേക്കി ആയിട്ട് നമുക്ക് പൈ ക്രസ്റ്റ് കിട്ടുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ബട്ടറി ഫ്ലേക്കി പൈ ക്രസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം, നല്ല ഐസ് വാട്ടറാണ്. അപ്പോൾ ഐസ് വാട്ടർ ഇതേപോലെ 1 സ്പൂൺ വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോകരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുഴക്കരുത്. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പൈഡോ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 പോർഷനായിട്ട് കട്ട് ചെയ്യാം. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഡോയിനെ പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മാവ് കൗണ്ടറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ റോളിംഗ് പിന്നിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് എടുത്താൽ പൊട്ടാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് നേരെ ഒരു പൈ ഡിഷിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർക്ക് കൊണ്ട് ഇതൊന്ന് പ്രിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആപ്പിൾ ഫില്ലിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പോർഷന് ഡോ എടുക്കുക. അത് ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് പൈ കവർ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ സ്ട്രിപ്സ് ഉണ്ടാക്കിയിട്ട് നല്ല ഡിസൈനിൽ നമുക്ക് ഇത് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് വാഷ് കൊണ്ട് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു പാന് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബേക്കായിട്ട് വരുമ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിരിക്കും. ആണല്ലേ, ആപ്പിൾ ഫീലിംഗ് ഒക്കെ ബബിൾസ് വരുന്നുണ്ടല്ലേ. മാത്രമല്ല അതൊക്കെ നല്ല ഫ്ലേക്കി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ, സ്റ്റേ സേഫ്.